മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഇരകളായവരുടെ പുനരധിവാസം തന്നെയാണ് സർക്കാരിന് മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നെടുമ്പാലയിലെ ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റ്, കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കാൻ ഉള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചത് സാഹചര്യങ്ങൾ ഗുരുതരമാക്കുന്നു. ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ കണ്ടെത്തിയ ഭൂമികളിൽ ഒന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നെടുമ്പാല 7-ാം നമ്പർ എസ്റ്റേറ്റ്. ഇവിടെയുള്ള 148 ഹെക്ടറിൽ 65 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ടൗൺഷിപ്പിനായി ഏറ്റെടുക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് ഹാരിസൺസ് മലയാളത്തിന്റെ 7-ാം നമ്പർ എസ്റ്റേറ്റ്. വലിയ കുന്നുകളും അപകട സാധ്യതയുള്ള ഇടങ്ങളൊന്നുമില്ലാത്ത മറ്റിടങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന നിരപ്പായ മേഖലയാണ് നെടുമ്പാല. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ആയതുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് സൗകര്യപ്രദമായ ഇടം കൂടിയാണ് ഇവിടം. ഈ സ്ഥലത്തിന് പ്രത്യേകം വെച്ചാൽ നിറഞ്ഞ ഭൂമിയാണ് ഒന്ന്. പിന്നെ എന്ന് വെച്ചാൽ ഞാനൊക്കെ 1961 ഇവിടെ എൻ്റെ അപ്പൻ വന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് ഈ കാലം വരെ ഈ ഭൂമിയിൽ എവിടെയും ഒരു ഉരുൾപൊട്ടലോ ഇടിച്ചിലോ ഒന്നുമില്ല. എന്നാൽ ഏത് എസ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്നാലും ഈ ഭൂമി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂമിയാണ്. തോട്ടം തൊഴിലാളിക്ക് പണിയെടുക്കാൻ പറ്റിയ ഒരു ഭൂമിയാണ്. പക്ഷെ ഇപ്പൊ ഒരു വീട് വെച്ച് പാവങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു ഭൂമിയാണ്. എന്നാൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചതാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. എസ്റ്റൺ ടി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിനായി സർക്കാർ കണ്ടെത്തിയ മറ്റൊരു സ്ഥലം. 78 ഹെക്ടറിലധികം ഭൂമിയാണ് ഇവിടെ സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നാണ് ഈ പ്രദേശം. കൽപ്പറ്റയോട് ചേർന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഏറെക്കാലമായി തൊഴിലാളി തർക്കത്തിലാണ് ഇവിടം. ഇവരും ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം തെറ്റായ നിയമോപദേശത്തെ തുടർന്നാണെന്ന് MLA ടി സിദ്ദിഖ് പറഞ്ഞു. കോടതി വ്യവഹാരങ്ങൾ പുനരധിവാസം അനന്തമായി വേഗിപ്പിക്കും. സർക്കാരിന് സംസാരിച്ചാൽ ഉടമകളുമായി ഇത്ര കണ്ട് കുറയ്ക്കണം. എല്ലാ കാര്യങ്ങളും സർക്കാരിന് പറയാലോ. സർക്കാരാണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈകാര്യം ചെയ്യേണ്ട സിസ്റ്റം. സർക്കാരാണല്ലോ. സർക്കാർ ആ കാര്യം ഒരു ഉടമയായിട്ട് സംസാരിച്ചില്ല. അതിന് കളക്ടറെ ചുമതലപ്പെടുത്തിയില്ല. അതിന് നടപടികളെടുത്തില്ല. നേരെ കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം പുനരധിവാസ പ്രവർത്തനത്തെ വൈകിപ്പിക്കുക. ഈ മാസം ഹൈക്കോടതി എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി പരിഗണിക്കുമെന്നിരിക്കെ സർക്കാർ തീരുമാനങ്ങൾ നിർണായകമാണ്. ഭൂമിയുടെ വില നിശ്ചയിച്ച് അത് കൈമാറി പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇതിനെല്ലാം കേന്ദ്ര സഹായം അനിവാര്യമാണ്. സർവ്വതും നഷ്ടമായ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മേൽക്കൂര എന്നത് അവകാശമാണ്. അത് നൽകുവാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്. ഇതിലുണ്ടാകുന്ന കാലതാമസം ദുരന്തബാധിതരായ ജനതയോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയാതെ വയ്യ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.